نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസങ്ങൾ, ലോകത്തിൻ്റെ സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, അഥവാ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹം വളരെയധികം പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ടെക്നോളജി പരമായൊക്കെ വളരെയധികം മനുഷ്യ സമൂഹം ഇന്ന് വളരെ പുരോഗതിയിലാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഒരു ആധുനിക യുഗത്തിൽ മനുഷ്യർക്കിടയിൽ വിവേചന സ്വരങ്ങൾ ഉയരുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാവരും തുല്യരാണെന്ന ഒരു മാനവികമായ മാനവികതയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് ചില ജാതിയുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിലൊക്കെ മനുഷ്യരെ വേർതിരിച്ചുകൊണ്ട് പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്ത് മാറ്റി നിർത്തപ്പെടുന്ന, അതിൻ്റെ പേരിൽ മനം നൊന്ത് വിഷമിച്ച് വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ വിവേചനമായ പെരുമാറ്റം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അധികമൊന്നുമായിട്ടില്ല ഒരു യുവാവ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. അവഹേളനം, ഒരു വിവേചനപരമായ സമൂഹത്തിൽ നിന്നുള്ള പെരുമാറ്റം. ഇസ്ലാം സമത്വവും സാഹോദര്യവും പഠിപ്പിക്കുന്ന മതമാണ്. സൃഷ്ടാവിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന മഹത്തായ സന്ദേശമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യരുടെ ഇടയിൽ വിവേചനം പാടില്ല. അതുകൊണ്ട് തന്നെ അത്തരം പെരുമാറ്റ രീതികൾ അതെന്തിൻ്റെ പേരിലായാലും, വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ സമ്പത്തിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ആളുകളെ വേർതിരിച്ച് കാണുന്ന, അവഹേളിക്കുന്ന രീതിയെ ഇസ്ലാം ശക്തമായി എതിർക്കുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം, വളരെ ഉദാത്തമായ സൽസ്വഭാവമാണ് തൻ്റെ ജനതയോട് നടത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം നമുക്കറിയാം, വളരെ മഹനീയമായ സ്വഭാവമാണ്.
യാതൊരു വിവേചനവും കാണിച്ചില്ല. പ്രവാചകൻ, നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തുമ്പോൾ പ്രവാചകനെതിരെ ആക്ഷേപങ്ങളും മർദ്ദനങ്ങളും വളരെയധികം കുത്തുവാക്കുകളും പ്രവാചകന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ച രീതി വളരെ മാന്യമായി, വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു. സൂറത്ത് ആൽ ഇംറാനിലെ 159-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ അലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. പ്രവാചകരെ, താങ്കൾ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറി. വലൗ കുൻത ഫല്ലൻ അലീദൽ ഖൽബി, താങ്കളെങ്ങാനും പരുഷമായ സ്വഭാവത്തിൽ, കഠിന ഹൃദയമുള്ള സ്വഭാവത്തോടു കൂടിയാണ് അവരോട് പെരുമാറിയിരുന്നതെങ്കിൽ അവർ താങ്കളുടെ ചുറ്റും നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു, താങ്കളോട് അടുക്കുമായിരുന്നില്ല. അത്രയും സൗമ്യമായിട്ടായിരുന്നു പ്രവാചകന്റെ പെരുമാറ്റം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ പേരിൽ അവരെ ആക്ഷേപിച്ച് അവരെ വിവേചനപരമായുള്ള സമീപനത്തോടുകൂടി ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഫൗഫു അൻഹും വസ്തഗ്ഫിർ ലഹും, അല്ലാഹു പറയാണ്, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് നീ മാപ്പ് കൊടുക്കുക. പലപ്പോഴും മറ്റുള്ളവരിലെ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ആളുകൾ മാപ്പ് കൊടുക്കുവാൻ തയ്യാറല്ല, നമ്മളൊന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുവാനാണ് പറഞ്ഞിട്ടുള്ളത്. വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരുമായി കൊണ്ട് കൂടിയാലോചിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മാറ്റി നിർത്താനല്ല, വിവേചനം കാണിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികമായ ഒരു സന്ദേശമുണ്ട്. മനുഷ്യരെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ സകരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. അല്ലാഹു പറയാണ്, ഈ മനുഷ്യരെ വിളിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ആദിമ പിതാവായ ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ് മനുഷ്യർ. അവർക്കിടയിൽ വിവേചനമില്ല, എല്ലാവരും തുല്യരാണ്. നിങ്ങളെ പരസ്പരം ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ ആക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുടുംബത്തിന്റെയോ ഗോത്രത്തിന്റെയോ സമ്പത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒന്നും പേരിൽ നിങ്ങൾക്ക് ഒരാളെക്കാൾ മറ്റൊരാൾക്ക് സ്ഥാനമില്ല. എന്താണ് അല്ലാഹുവിന്റെ അടുത്തുള്ള സ്ഥാനം? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത്, ധർമ്മനിഷ്ഠ പാലിക്കുന്നവൻ, അവനാണ് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ മാന്യൻ, ഏറ്റവും ആദരണീയനായിട്ടുള്ളത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികമായ ഒരു സന്ദേശം. അല്ലാതെ നമ്മുടെ സൗന്ദര്യമോ ഒരാളുടെ രൂപമോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. വലാകിൻ അല്ലാഹു നോക്കുന്നത് യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണ്? നിങ്ങളുടെ മനസ്സിൽ എന്താണ്? പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെയാണോ? അല്ലാഹു നോക്കുന്നത് അതാണ്. ആ ശുദ്ധമായ മനസ്സിന്റെ ഉടമകളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ദുർബലരായ ആളുകളെ ചേർത്തു പിടിച്ച മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകൻ തന്റെ അനുജന്മാർ, നമുക്കറിയാം, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുക എന്ന സമ്പ്രദായം, ആ ഒരു കൽപ്പന വന്നപ്പോൾ ആ ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി ആര് കൊടുക്കും? എല്ലാവരും അത് ആഗ്രഹിച്ചു. എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ആ ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എല്ലാ സ്വഹാബികളും ആഗ്രഹിച്ചു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐനൽ ബിലാൽ, ബിലാൽ എവിടെ? കറുത്ത വർഗ്ഗക്കാരനായ
ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് ആ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങൾ, ഇതിൽ പരം ഇസ്ലാമിന്റെ മാനവികമായ ആ ഒരു ചരിത്രമല്ലേ നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കിടയിൽ, ആളുകൾക്കിടയിൽ വിവേചനപരമായ ഒരു പെരുമാറ്റം നമുക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് അത്തരം പെരുമാറ്റ രീതികളെ കുറിച്ച്, അത്തരം കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ ശക്തമായ രീതിയിൽ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആയത്തുകളിലൂടെ അത്തരം പെരുമാറ്റ മര്യാദകളെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത് കേട്ടോ. ഇതെല്ലാം നമുക്കറിയാം, ഇന്ന് ട്രോളിന്റെ കാലമാണ്. ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വന്നാൽ, എന്തെങ്കിലുമൊക്കെ പിഴവ് വന്നാൽ അതിന്റെ പേരിൽ പരിഹസിക്കുന്ന, സോഷ്യൽ മീഡിയയിലിട്ട് പരിഹസിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ അത്തരം പരിഹാസങ്ങൾ വളരെ കുറ്റകരമായ കാര്യമായിട്ടാണ് കാണുന്നത്. നോക്കൂ നിങ്ങളെ, ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യം അല്ലാഹുവിനെ ആരാധിക്കലാണ്. ആ ആരാധന ഏറ്റവും മഹത്തായ ആരാധനയാണ് നമസ്കാരം. എന്നാൽ നമസ്കാരത്തെ കൽപ്പിക്കുകയും ആ നമസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കുകയും പ്രാധാന്യം പറയുകയൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാം. എന്നാൽ എങ്ങനെ നമസ്കരിക്കണം, അതിന്റെ വിശദീകരണം ഒന്നും ഖുർആനിൽ കാണാൻ നമുക്ക് സാധിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇത്തരം പെരുമാറ്റ രീതികളുടെ മര്യാദകൾ വിശുദ്ധ ഖുർആനിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് കാണാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. അവർ പരിഹസിക്കുന്ന ആളുകൾ, ആ പരിഹസിക്കുന്ന ആളുകൾക്ക് ന്യൂനതകൾ ഉണ്ടാകും. അവരെക്കാൾ ന്യൂനതകൾ ഇവർക്കായിരിക്കും ഉണ്ടാകുക. പക്ഷേ അത് മനസ്സിലാക്കാതെ അത്തരം പരിഹാസങ്ങൾ പറയുന്നവരോട് ശക്തമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് കുറവാക്കരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം മോശമായ പേരുകൾ വിളിക്കരുത് കേട്ടോ. ആളുകൾക്ക് നല്ല പേരുകൾ മാതാപിതാക്കൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ മോശമായ പരിഹസിക്കുന്ന തരത്തിലുള്ള പേരുകൾ ഇട്ടുകൊണ്ട് പരിഹസിക്കുന്ന ശീലം നമ്മൾക്കിടയിലൊക്കെ കാണാം. നമ്മുടെ മക്കൾക്കിടയിൽ വരെ അത്തരം ശീലങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആ ഒരു പേര് കൊണ്ട് അവനോളം ഇഷ്ടപ്പെടാത്ത, അവന് എത്രയധികം മാനസികമായി വിഷമം അനുഭവിക്കുന്നു എന്ന് പോലും ചിന്തിക്കാതെ അത്തരം പേരുകൾ വിളിക്കുന്നവരോട് വിശ്വാസത്തിന് ശേഷം, ഈമാനിന് ശേഷം, നിങ്ങൾ ഈമാനൊക്കെ ഉൾക്കൊണ്ടതിന് ശേഷം അത്തരം തെമ്മാടിത്തമായ പേരുകൾ വളരെ മോശമാണ് കേട്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ അത്തരം പാപങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്ത ആളുകൾ അത്തരം തെറ്റുകൾ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചില്ലെങ്കിൽ അവരിൽ തന്നെയാണ് അക്രമികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു ഗൗരവം സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. മോശമായ അശ്ലീല പ്രയോഗങ്ങൾ, നമുക്കറിയാം, നമ്മുടെ മക്കൾ പോലും പല മീഡിയകളും സിനിമകളും ഒക്കെ കണ്ട് അതിലുള്ള തോന്നിവാസങ്ങൾ, അതിലുള്ള അശ്ലീല വാക്കുകൾ അവരുപയോഗിക്കുന്നു, അവർ പഠിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആനി വലാ ലഅനി വലൽ ഫാഹിശി വലൽ ബസി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഒരു വിശ്വാസി അവൻ കുത്തുവാക്ക് പറയുന്നവനല്ല, ശപിച്ചു പറയുന്നവനല്ല. മക്കളെ ശപിച്ചു പറയുന്ന ആളുകളുണ്ട്, പരസ്പരം ശാപവാക്കുകൾ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു വിശ്വാസിക്ക് അത് ചേർന്നതല്ല.
അസഭ്യം പുലമ്പുന്നവനല്ല, തെറി പറയുന്നവനല്ല വിശ്വാസി എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പലപ്പോഴായി ഇതൊക്കെ നമുക്കറിയാമെങ്കിലും കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിന്റെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിലോ ഔ ലിയസ്മുത്, അവൻ മിണ്ടാതിരുന്നോട്ടെ. അവന് മൗനമാണ് അതിനേക്കാൾ നല്ലത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യം. ഒരു വാക്ക് മതി സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ഒരാളുടെ വാക്ക് മതി. അതുപോലെ തന്നെ ഒരാളുടെ വാക്ക് മറ്റൊരാളുടെ ഹൃദയത്തിൽ സ്വാന്തനവും സമാധാനവും സന്തോഷവും നൽകുവാനും നമ്മുടെ വാക്കുകൾ കൊണ്ട് സാധിക്കും. പറഞ്ഞല്ലോ, സത്യവിശ്വാസികളെ, നിങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ നല്ല വാക്ക് പറയണം. അപ്പോഴാണ് നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു നന്നാക്കി തരിക. നമ്മുടെ പാപങ്ങൾ പുറത്തു തരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ട, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ട കാര്യം, നമ്മൾ എന്ത് വാക്ക് പറയുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ആ ഒരു വിശ്വാസം, ഏതൊരു മനുഷ്യൻ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് അത് രേഖപ്പെടുത്താൻ തയ്യാറായ ഒരു നിരീക്ഷകർ, രണ്ട് മലക്കുകൾ ഉണ്ട്. എന്താ ഒരു പാഠം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ആ ഒരു വിശ്വാസം ഇറങ്ങുമ്പോഴാണ് നമ്മുടെ വാക്കുകൾക്ക് ആ ഒരു സൂക്ഷ്മത വരിക, ആ ഒരു തഖ്വ വരിക. അതുകൊണ്ട് തന്നെ ഇത്തരം വിവേചനപരമായ പെരുമാറ്റങ്ങൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം സമീപനങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. മക്ക വിജയ ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ചരിത്ര പ്രസിദ്ധമായ വാക്കുകൾ ഇങ്ങനെയാണ്: മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. നിങ്ങൾ കേൾക്കണം, ഒരു അറബിക്ക് അനറബിയേക്കാൾ പ്രാധാന്യമില്ല, ഒരു അനറബിക്ക് അറബിയേക്കാൾ പ്രാധാന്യമില്ല. അതുപോലെ തന്നെ വെളുത്തവന് കറുത്തവനേക്കാൾ പ്രാധാന്യമില്ല, അതുപോലെ തന്നെ കറുത്തവന് വെളുത്തവനേക്കാൾ പ്രാധാന്യമില്ല എന്ന മാനവികമായ മനുഷ്യ ചരിത്രത്തിലെ വിപ്ലവകരമായ ആ ഒരു പ്രഖ്യാപനം നടത്തിയത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ് സഹോദരൻ. മനുഷ്യ അവകാശ പ്രഖ്യാപനം നടന്നിട്ട് വലിയ വർഷങ്ങളോ പയക്കമൊന്നും ആയിട്ടില്ല. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ ഒരു പ്രഖ്യാപനം, ഒന്നിന്റെയും പേരിൽ, നിറത്തിന്റെയോ അജാതിയുടെ പേരിൽ ഒന്നും നിങ്ങൾക്ക് ഇടയിൽ ഒരാൾക്ക് മറ്റൊരാൾക്ക് സ്ഥാനമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇല്ല, തഖ്വയുടെ അടിസ്ഥാനത്തിൽ. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് കഠിനമായ ദേഷ്യമുള്ള ഒരു വാക്ക് ഒരു ദാസൻ സംസാരിച്ചേക്കാം, പക്ഷേ അവനെ അത് മുഖേന അവനെ നരകത്തിൽ വീഴ്ത്തുമെന്ന് അവന് വിചാരിക്കുന്നില്ല. അവനത് നിസ്സാരമായി കാണുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഇത്തരം ആളുകളെ വേദനിപ്പിക്കുന്ന തരത്തിൽ, ആളുകളെ വിവേചനപരമായി കാണുന്ന തരത്തിലുള്ള സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുറത്ത് അള്ളാഹു പേമാരി, ആ ഒരു മയ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചു. വല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരുക്കി. എല്ലാം ആ ഭൂമിയിലെ ഉന്നതനായ സൃഷ്ടിയാണ്. കോടാനുകോടി ജീവജാലങ്ങൾ ഈ ഭൂലോകത്തുണ്ടായിട്ടും ഉന്നതനായ സൃഷ്ടിയായിക്കൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ ജഅല ലക്കും ഖലായിഫൽ അർദ്, ഭൂമിയിലെ ഖലീഫയാക്കിയിരിക്കുന്നു എന്നാണ്. എന്താ ഖലീഫ എന്ന് പറഞ്ഞാൽ? പ്രതിനിധിയാക്കിയിരിക്കുന്നു. ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടവനാണ്, ഈ
ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടവനാണ് വിശ്വാസം. അതുകൊണ്ട് ആ ഒരു ഭൂമിയിൽ ഭൂമി നന്നായതിനു ശേഷം നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ എല്ലാ തരത്തിലും ഭൂമിയെ, പ്രകൃതിയെ ചൂഷണം ചെയ്യൽ അതും കുഴപ്പത്തിൽപ്പെട്ടതാണ്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ അത് ചൂഷണം ചെയ്ത് ജീവിക്കുക, അത് മലിനമാക്കുക, ഇതെല്ലാം വളരെ ഉച്ചകരമായ കാര്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിനം ഓർക്കുന്ന ഒരു ദിവസമാണല്ലോ സഹോദരങ്ങളെ. ഇസ്ലാം വളരെയധികം പ്രാധാന്യമാണ് പരിസ്ഥിതിക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, പരിസ്ഥിതിയുടെ നിലനിർത്തേണ്ടതിന്റെ വലിയ അനിവാര്യമായ കാര്യമാണല്ലോ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണല്ലോ മരം നടല്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് നിങ്ങളൊന്ന് കേൾക്കണം. മാമിൻ മുസ്ലിമിൻ യഅരിസു അർസൻ ഔ യസ്റഉ സറഅൻ. ഒരു മുസ്ലിം ഒരു ചെടി നട്ടു, ഒരു മരം നട്ടു, അല്ലെങ്കിൽ കൃഷി ചെയ്തു. ഫയഅകുലു മിൻഹു തയ്റൻ. അതിൽ നിന്ന് പക്ഷികൾ ഭക്ഷിച്ചു. ഔ ഇൻസാൻ, അല്ലെങ്കിൽ മനുഷ്യന്മാരെ ഭക്ഷിച്ചു. ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ. അതുമൂലം അവന് സ്വദഖയുണ്ട്, പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു. നമ്മൾ നോക്കൂ സഹോദരൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിസ്ഥിതിയെ, നമ്മുടെ ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഈമാൻ നമ്മളെല്ലാവരും പഠിച്ചതാണ്. വൃത്തി ഈമാനിന്റെ ബാധ്യതയാണ്. നമ്മുടെ വിഭവങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കേണ്ടത്, വരും തലമുറക്കായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അക്കാര്യത്തിലേക്ക് എല്ലാം നമുക്ക് ശ്രദ്ധ വേണം. വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വിഭവങ്ങൾ, ജലം ഉപയോഗിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, ഈ വെള്ളം അമിതമാക്കരുത്. അപ്പോൾ സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വുദുവിലും അമിതമാക്കലുണ്ടോ? അതെ, നീ ഒഴുകുന്ന നദിയിൽ നിന്നാണ് നീ വുദു എടുക്കുന്നതെങ്കിലും നീ വെള്ളം അമിതമാക്കരുത് എന്ന് പ്രവാചകന്റെ കൽപ്പന. സഹോദരങ്ങളെ, എല്ലാ വിഭവങ്ങളായാലും പരിമിതമായ രീതിയിൽ ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹ് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം ജീവിതത്തിൽ എല്ലാ മേഖലയിലും സൂക്ഷിച്ച് പാലിക്കണമേ എല്ലാവരും നിർദ്ദേശിക്കുന്നു. സഹോദരൻ, 2 മാസത്തെ അവധിക്കാലത്തിന് ശേഷം നമ്മുടെ മക്കളെല്ലാം പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. അറിവിന്റെ പുതിയ വസന്ത കാലത്തിലേക്കാണ് പ്രവേശിച്ചിരുന്നത്. ഇസ്ലാം അറിവിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അതിൽ ഇസ്ലാമിന്റെ ആദ്യത്തെ വഹി, വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വഹി തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ നമസ്കരിക്കുവാനോ നോമ്പ് നോക്കുവാനോ ഒന്നുമല്ല ആദ്യത്തെ ഇഖ്റ. വായിക്കുവാനും പഠിക്കുവാനും അറിവ് നേടുവാനും. കാരണം അറിവ് നേടിയ ആളുകൾക്ക് മാത്രം, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രം യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിനെ ആരാധിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിമിനും അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിക്കുന്നത്. നമസ്കാരം പോലെ, നോമ്പ് പോലെ നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ് വിജ്ഞാനം നേടുക എന്നുള്ളത്. എല്ലാതരം വിജ്ഞാനത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. അതോടൊപ്പം മതപരമായ വിദ്യാഭ്യാസത്തെ നമ്മൾ അവഗണിക്കും. അത് അവഗണിച്ചാൽ വലിയ കുഴപ്പമാണ് അതുമൂലം ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മതവിദ്യാഭ്യാസത്തിൽ അത് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് അത് നൽകേണ്ട രൂപത്തിൽ നമ്മൾ നൽകുവാൻ തയ്യാറാണ്. അത് നമുക്ക് നമുക്കറിയാം, നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മുടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം, മതപരമായ വിദ്യാഭ്യാസം നൽകുവാനുള്ള സംവിധാനമാണ് മദ്രസ സംവിധാനം.
അപ്പോൾ അതിൽ നമ്മുടെ മക്കളെ പറഞ്ഞയക്കുകയും അത് കുറ്റമറ്റ രീതിയിൽ അത് കുട്ടികൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. കാരണം ഒരു രക്ഷിതാക്കൾക്ക് ദീനീ പഠനം എന്ന് പറയുന്നത് ആരെങ്കിലും അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അവന് അറിവ് കൊടുക്കും, അത് അവന് ദീനിൽ അവഗാഹം നൽകും. ആ ഒരു നന്മ നമ്മൾക്ക് ലഭിക്കണം, നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഒരു രക്ഷിതാവിന് തന്റെ മക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ആ ഒരു സമ്മാനം എന്ന് പറയുന്നത് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. ആ സംസ്കാരമാണ് മതപഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഇർഷാദ് മദ്രസകളുടെ പ്രവേശന ഉത്സവമാണെന്ന കാര്യം രാവിലെ 9 മണിക്ക് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഒരു തിരുവമ്പാടിയിലെ നമ്മുടെ ആദർശ ബന്ധുവായ ഒരു സഹോദരന്റെ 8 വയസ്സുള്ള ഒരു കുഞ്ഞുമോൻ മഞ്ഞപ്പിത്തം ബാധിച്ച് കരള് വലിയ പ്രതിസന്ധിയിലായി. അവസാനം അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയുള്ള അവൻ്റെ എളാപ്പയായ ഇസ്തിഖാർ മൗലവി നമ്മുടെ സജീവമായ പ്രവർത്തകനാണ്. അദ്ദേഹമായിരുന്നു അത് കരള് നൽകിയത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. 25 ലക്ഷം രൂപയായിരുന്നു അതിന് വേണ്ടത്. നമ്മൾ പലരും അതിന് സഹായം നൽകിയിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ് അത് പൂർത്തിയായി ആ ഒരു ശസ്ത്രക്രിയ നടന്നിരിക്കുകയാണ്. ഇനി പക്ഷേ ആ കുഞ്ഞുമോൻ വെന്റിലേറ്റർ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. ഇതുപോലെ ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരുടെയൊക്കെ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകും. മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ നമ്മുടെ ഒരു വളരെ സജീവമായ ഒരു പ്രവർത്തകൻ, ഒരു യുവാവ് മരണപ്പെട്ട ആ പുഴയിൽ മുങ്ങി മരിച്ച ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളായി ഞങ്ങൾക്ക് ഇരുലോകത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ മക്കളെ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അല്ലാഹുവേ, ഈ പള്ളിയോട് ചേർന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ ആദർശ ബന്ധുക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥാ. പ്രായഭേദമന്യേ അല്ലാഹു എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.